ഹലോ, ഷിന പുത്തൻകോട്ട് ഹിയർ. നമ്മുടെ റിസർച്ച് മെത്തഡോളജിയുടെ പാർട്ട് 8 വീഡിയോ ആണ്. വി ആർ ഓൾമോസ്റ്റ് നിയറിങ് ദി എൻഡ് ഓഫ് ദ റിസർച്ച് മെത്തഡോളജി. ഓൾമോസ്റ്റ് തീരാറായി. നമ്മളിത് തുടങ്ങിയിട്ട് കുറച്ചധികമായി. അപ്പോൾ ഐ വാസ് ഗിവിങ് യു ദി ഇൻഡെപ്ത് ഡീറ്റെയിൽസ് ഓഫ് ദി പാർട്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം എടുത്തത് തീർക്കാൻ വേണ്ടിയിട്ട്. സോ ആഫ്റ്റർ ഫിനിഷിംഗ് ദ ടോപ്പിക് വിൽ ബി ഡീലിംഗ് വിത്ത് ദ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ. PYQ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മൾ ടൈപ്സ് ഓഫ് റിസർച്ച് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് വരെയാണ് പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ് ക്ലാസ്സിൽ. ഇനി നമ്മൾ എക്സ്പ്ലനേറ്ററി റിസർച്ചാണ്. എക്സ്പ്ലനേറ്ററി എന്ന് കേൾക്കുമ്പോൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളൊരർത്ഥം ഉണ്ടല്ലോ അല്ലേ. ഇറ്റ് അറ്റംപ്റ്റ്സ് ടു ആൻസർ ഹൗ ആൻഡ് വൈ ബിറ്റ്വീൻ ടു ആസ്പെക്ട്സ് ഓഫ് എ സിറ്റുവേഷൻ ഓർ എ ഫിനോമിന. രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഫിനോമിന തമ്മിൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള റിസർച്ചാണ്. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. വൈ എക്സാമിനേഷൻ റിലേറ്റഡ് സ്ട്രെസ് ലീഡ്സ് ടു റോട്ട് ലേണിംഗ്. എന്തുകൊണ്ടാണ് എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ് കുട്ടികളെ കാണാതെ പഠിക്കുന്ന അല്ലേ റോട്ട് ലേണിങ്ങിലേക്ക് നയിക്കുന്നത് എന്നതാണ് അല്ലേ. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതിൻ്റെ കാരണം എന്തായിരിക്കും, എന്തുകൊണ്ടായിരിക്കും സ്ട്രെസ് റിലേറ്റഡ് എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് എങ്ങനെയാണ് കുട്ടികളെ റോട്ട് ലേണിങ്ങിലേക്ക് നയിക്കുന്നത് എന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള റിസർച്ചുകളുണ്ട്. അതിൻ്റെ കാരണം പറയുന്നതല്ല, എന്തുകൊണ്ടാണ് അതങ്ങനെ എത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് അല്ലേ. അതൊരു സയൻറ്റിഫിക് ഒന്നല്ല, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അത്തരത്തിലുള്ള റിസർച്ചുകളെ നമ്മൾ എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ഈസ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. എന്താണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്? കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളൊരു കാര്യം പ്രൂവ് ചെയ്യുന്നതാണ്. ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കാര്യം കണ്ടെത്തുന്നതിനെയാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയാം. ഓക്കെ, ഡിസൈൻ ഫോർ എസ്റ്റാബ്ലിഷിംഗ് കോസൽ റിലേഷൻഷിപ്പ്. ഇത് എന്തിനു വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്? കോസൽ റിലേഷൻഷിപ്സുകൾ മനസ്സിലാക്കാൻ വേണ്ടി. കോസൽ എന്ന് പറയുമ്പോൾ എന്ത് കാരണം കൊണ്ട് അത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ. It begins with a question concerning the relationship between two or more variables. രണ്ടോ അതിൽ കൂടുതൽ വേരിയബിൾസോ തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയിട്ടൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ ചോദ്യത്തിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ശ്രമങ്ങളാണ് പിന്നീട് വരുന്ന കാര്യങ്ങൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ. ഇറ്റ് ഐഡൻറ്റിഫൈസ് ദ വേരിയബിൾ ദാറ്റ് ചേഞ്ചസ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ ചേഞ്ച് ചെയ്യുന്ന വേരിയബിൾ ഏതാണെന്ന് കണ്ടെത്തുന്നു, അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുന്നു. ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്തായിരിക്കും? ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും അല്ലേ, ക്വാളിറ്റേറ്റീവ് ആയിരിക്കില്ല. നെക്സ്റ്റ് ഈസ് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച്. ഞാൻ നേരത്തെ ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞിട്ട്. എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് എന്ന് പറയുന്ന ഒരു കാര്യം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി പഠിക്കുന്നതാണ്. ഇത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ സയൻസ്, ബിസിനസ് ഓർഗനൈസേഷൻ ഇതിലൊക്കെയാണ്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിന് തകർച്ച സംഭവിച്ചു, എന്തുകൊണ്ട് തകർച്ച സംഭവിച്ചു എന്നുള്ളത് തകർന്നു കഴിഞ്ഞാലല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠനം നടത്തുന്നതിനെയാണ് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് എന്ന് പറയാം. കണ്ടക്റ്റഡ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് എ ഫിനോമിന ആഫ്റ്റർ ഇറ്റ് ഹാസ് ഒക്കേർഡ് അല്ലേ, ഓർ ദ ടൈം ഓഫ് ഇറ്റ്സ് ഒക്കറൻസ്. അതിൻ്റെ സമയം അല്ലേ, അത് ഒക്കർ ചെയ്ത സമയത്തോ അല്ലെങ്കിൽ അത് ഒക്കർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമോ പഠിക്കുന്നതിനെയാണ് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് എന്ന് പറയാം. ഡീൽസ് വിത്ത് നോൺ മാനിപ്പുലേറ്റഡ് വേരിയബിൾസ്. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ നമുക്ക് വേണമെങ്കിൽ വേരിയബിളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാം. എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്? ഇപ്പം ഞാനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ടെമ്പറേച്ചറിനെ ഫിക്സ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ എനിക്ക് ചില മാനിപ്പുലേഷൻസ് ഒക്കെ അവിടെ സാധ്യമാണ് എക്സ്പെരിമെൻ്റലിൻ്റെ കേസിൽ. അപ്പോൾ എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, എനിക്ക് വേരിയബിളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാം. മാനിപ്പുലേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്താണ്, ടെമ്പറേച്ചർ ഫിക്സ് ചെയ്ത് വെക്കാം, ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അല്ലേ. എന്നിട്ട് നമുക്ക് ആ റിസർച്ച് ചെയ്യാം. പക്ഷേ ഇവിടെ വേരിയബിളുകൾ എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? കാരണം അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു അല്ലേ. എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുകയാണ്, റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ആ റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചേഞ്ചൊക്കെ വരുത്തി നമ്മൾ ആ റിസൾട്ടിലേക്ക് എത്തിക്കാം. അതായത് ഇപ്പോൾ നിങ്ങളൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങളൊരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീടിന് ചെറിയൊരു ഡിഫക്റ്റ് വന്നു. അപ്പോൾ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് അല്ലേ, കറക്റ്റ് ചെയ്ത് അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ നിങ്ങൾക്ക് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വീട് കാണുന്ന സമയത്ത് അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയ ഫോൾട്ട്
ഡിഫോൾട്ടുകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് റെഡിയാക്കാം. പക്ഷേ വീട് പണിത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളൊരു ഡിഫോൾട്ട് അതിനെ കണ്ടെത്തിയതെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വീട് പണി കഴിഞ്ഞല്ലോ. വീട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചെറിയൊരു ഡിഫോൾട്ട് നിങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് റെക്ടിഫൈ ചെയ്യാൻ വേറെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അത് ചെയ്യാം അല്ലേ. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എക്സ്പോസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വേരിയബിളിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എക്സ്പെരിമെൻ്റലിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കീ വേർഡുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ കീ വേർഡ് വെച്ചിട്ടാണ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക. നമ്മളൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത് നമ്മൾ PYQ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഹിസ്റ്റോറിക്കൽ റിസർച്ചും എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ചും മോർ ഓർ ലെസ് സിമിലർ ആണ്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? കാരണം ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നമ്മളൊന്നും പ്രൂവ് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യാത്ത റിസർച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് സിമിലർ ടു എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച്. എ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട് ഓഫ് എൻ ഇഷ്യൂ ഓർ പ്രോബ്ലം ആൻഡ് ദെയർ ഇഫക്ട്സ് ഇൻ പ്രസൻറ്റ് ഈവൻ്റ് അല്ലേ. ഇപ്പോഴത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻറ്റിന് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ പ്രോബ്ലത്തിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ആർ ദി പ്രൈമറി സോഴ്സസ് ഓഫ് ഡേറ്റ. അപ്പോൾ ഹിസ്റ്റോറിക്കൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ എന്തായിരിക്കും ഡേറ്റയായിട്ട് അല്ലെങ്കിൽ ഡേറ്റയുടെ സോഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുക? പുസ്തകങ്ങളോ അല്ലെങ്കിൽ റെക്കോർഡുകളോ അല്ലെങ്കിൽ ആർക്കൈവിൽ ഓൾറെഡി ആളുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റകളോ ഒക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ഡേറ്റയ്ക്കുള്ള സോഴ്സായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള നേരത്തെ ആളുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റകളായിരിക്കും നമ്മുടെ ഡേറ്റയായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഹിസ്റ്റോറിക്കലിൽ. നമ്മൾ പ്രത്യേകിച്ച് പുതിയൊരു ഡേറ്റ കളക്ട് ചെയ്യുന്ന പരിപാടിയൊന്നും എവിടെയില്ല, ഹിസ്റ്റോറിക്കൽ റിസർച്ചിലില്ല. അതുപോലെ തന്നെ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യേണ്ട ആവശ്യവും ഹിസ്റ്റോറിക്കൽ റിസർച്ചിലില്ല. കൺക്ലൂഷൻസ് ഓർ ഫൈൻഡിങ്സ് കനോട്ട് ബി ജനറലൈസ് ടു അതർ സിറ്റുവേഷൻ. ഇതിൻ്റെ കൺക്ലൂഷൻ നമുക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹിസ്റ്റോറിക്കൽ അല്ലേ. ഇപ്പോൾ എക്സ്പെരിമെൻ്റലിൻ്റെ കൺക്ലൂഷൻ എനിക്ക് ജനറലൈസ് ചെയ്യാം. കാരണം എൻ്റെ എക്സ്പെരിമെൻറ്റിലൂടെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. അതെനിക്ക് ഏത് സിറ്റുവേഷനിലും അപ്ലൈ ചെയ്യാൻ പറ്റും. അതേസമയം ഹിസ്റ്റോറിക്കലിനെ എനിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അടുത്ത ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വേരിയബിളുകളെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് സെൽഫ് എക്സ്പ്ലനേറ്ററി. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമല്ലേ, ഒരു കാര്യത്തിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. അപ്പോൾ ഒബ്വിയസ്ലി അത് എന്തായിരിക്കും, സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കും. ഇൻക്ലൂഡ് സർവേ ആൻഡ് ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി. നമ്മൾ സർവേയിലൂടെയൊക്കെ ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്യുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് എ സിറ്റുവേഷൻ, ഈവൻറ്റ് ആൻഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ചില സമയത്ത് അതൊരു ഈവൻറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ ഒരു സിറ്റുവേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇറ്റ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഹൂ, വാട്ട്, വെൻ, വെയർ ആൻഡ് ഹൗ ഓഫ് എ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈവൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കി വെക്കേണ്ട ടൈപ്സ് ഓഫ് റിസർച്ചുകൾ എന്ന് പറയുന്നത്. എഗെയിൻ ടൈപ്സ് ഓഫ് റിസർച്ച് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഇനി നമ്മൾ എഗെയിൻ ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ ഇത്രയാണ് ടൈപ്സ് ഓഫ് റിസർച്ച് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഒരു റിസർച്ച് കൊണ്ട് എത്നോഗ്രഫിക്ക് അത് ഇത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് ആൻഡ് ദി സെക്കൻഡ് ഈസ് ക്രോസ് സെക്ഷണൽ റിസർച്ച്. അപ്പോൾ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ? ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുമ്പോൾ നമ്മൾ a study that collects data more than once from the same individual. ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് തവണ ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനൊരു കുട്ടിയെ 5 വയസ്സുള്ളപ്പോൾ മുതൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ 5 വയസ്സുള്ളപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, 6 വയസ്സുള്ളപ്പോഴുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നു, 7 വയസ്സുള്ളപ്പോഴുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നു, 8, 9, 10, 11, 12 അങ്ങനെ ഞാൻ ഡേറ്റ കളക്ട് ചെയ്യുവാണെങ്കിൽ അത് എന്ത് തരം റിസർച്ച് ആയിരിക്കും? ലോഞ്ചിറ്റ്യൂഡിനൽ. ഒരേ ഇൻഡിവിജ്വലിൻ്റെ അടുത്തുനിന്ന് തന്നെ നമ്മൾ മൾട്ടിപ്പിൾ ടൈം ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ഇന്ത്യ ഫ്രം 1950 to 1990 അല്ലേ. ഇന്ത്യനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് പെർ ക്യാപിറ്റ ഇൻകം അല്ലേ. പെർ ക്യാപിറ്റ ഇൻകം 1950 മുതൽ 90 വരെയുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രം, പക്ഷേ മൾട്ടിപ്പിൾ
പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു. അപ്പോൾ അത് എന്ത് തരം റിസർച്ച് ആയിരിക്കും, ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റിസർച്ചാണ് ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷണൽ റിസർച്ച് എന്ന് പറയുന്നത് കളക്ട്സ് ഡേറ്റ ഫ്രം മെനി ഇൻഡിവിജ്വൽസ് അറ്റ് എ സിംഗിൾ പോയിന്റ് ഇൻ ടൈം. അതായത് ഒരേ സമയത്ത് നമ്മൾ ഒത്തിരി ആളുകളിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ കൺട്രി സർവേ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഇറ്റ്സ് സിറ്റിസൺസ്. ഒരു കൺട്രിയുടെ സിറ്റിസൺസിൻ്റെ ഇൻകമും എക്സ്പെൻഡിച്ചറും ഒക്കെ സർവേ ചെയ്യുന്നത്. അപ്പോൾ സിറ്റിസൺസ് കുറേ ആളുകളിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഒരേ സമയത്ത് കളക്ട് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം, ക്രോസ് സെക്ഷണൽ എന്ന് പറയാം. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ആണെങ്കിലും ക്രോസ് സെക്ഷണൽ ആണെങ്കിലും ഇത് രണ്ടും ഏത് തരം റിസർച്ചാണ്, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ രണ്ട് കാറ്റഗറിയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ക്രോസ് സെക്ഷണൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് റിസർച്ചാണ് എത്നോഗ്രഫിക് റിസർച്ച്. എത്നോഗ്രഫിക് എന്ന് പറയുമ്പോൾ എത്നിസിറ്റിയെ കുറിച്ച് പഠിക്കുന്നതാണ് അല്ലേ, അതൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ്. ഇറ്റ് ഫോക്കസ് ഓൺ കൾച്ചർ ആൻഡ് വാല്യൂസ്. കൾച്ചറിനെയും വാല്യൂസിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്ന റിസർച്ചാണ് എത്നോഗ്രഫിക് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും നമ്മൾ ടൈപ്സ് ഓഫ് റിസർച്ച് തീർന്നു. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. അതുപോലെ തന്നെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് റിസർച്ച് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വാലിഡിറ്റിയും പിന്നെ അതുപോലെ തന്നെ റിലയബിലിറ്റിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഒരു നല്ല റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഒരു നല്ല റിസർച്ച് ആവണമെങ്കിൽ അതെന്തായിരിക്കണം, വാലിഡ് ആയിരിക്കണം അല്ലേ, ഒബ്വിയസ് ആണത്, വാലിഡ് ആയിരിക്കണം. നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വാലിഡ് ആയാലാണ് നമ്മുടെ റിസർച്ച് നല്ലതാണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ റിസർച്ച് വാലിഡ് ആയാലാണ് റിസർച്ച് നല്ലതാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ പ്രൊസീജിയർ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്ട്രുമെൻറ്റ്, ടെസ്റ്റുകൾ ഇതെല്ലാം അക്യുറേറ്റ് ആവുമ്പോഴാണ് നമ്മൾ ആ റിസർച്ച് വാലിഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ, നമ്മുടെ റിസർച്ച് ഇൻസ്ട്രുമെൻറ്റുകൾ, അതുപോലെ തന്നെ പ്രൊസീജിയറുകൾ ഇതെല്ലാം അക്യുറേറ്റ് ആവുമ്പോഴാണ് നമ്മളൊരു റിസർച്ച് വാലിഡ് ആണെന്ന് പറയുന്നത്. ഇനി വാലിഡിറ്റി തന്നെ പല തരത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് ഇൻറ്റേർണൽ വാലിഡിറ്റിയാണ്. അതായത് ഇതിപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഞാൻ എപ്പോഴും ബിരിയാണിയുടെ എക്സാമ്പിളാണ് പറയുന്നതെന്ന് തോന്നുന്നല്ലേ. ഞാനൊരു ബിരിയാണി ഉണ്ടാക്കുവാണ്. അപ്പോൾ ആ ബിരിയാണി ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിനകത്ത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ എൻ്റെ ബിരിയാണി നന്നായിട്ട് വരും അല്ലേ. അപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ എൻ്റെ ബിരിയാണി കറക്റ്റായിട്ട് വരും. അപ്പോൾ ആ ബിരിയാണിക്ക് ഇൻറ്റേർണൽ വാലിഡിറ്റി ഉണ്ട്. അതായത് ഞാൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന റിസർച്ച് എത്രത്തോളം കറക്റ്റാണ് അതാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി. അതായത് ഞാൻ ആ ചെയ്യുന്ന റിസർച്ചിലെ ഡേറ്റ കളക്ഷനും അതുപോലെ തന്നെ ഡേറ്റ അനാലിസിസും ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങും എല്ലാം കൃത്യമാണെങ്കിൽ എൻ്റെ റിസർച്ച് എന്തായിരിക്കും, ഇൻറ്റേർണലി വാലിഡ് ആയിരിക്കും. അതായത് ഞാൻ ആ ചെയ്തിരിക്കുന്ന പെർട്ടിക്കുലർ റിസർച്ച് എന്തായിരിക്കും, ഇൻറ്റേർണലി വാലിഡ് ആയിരിക്കും. അപ്പോൾ മെഷേഴ്സ് ഹൗ വെൽ എ സ്റ്റഡീസ് എവിഡൻസ് സപ്പോർട്ട് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് വിത്തിൻ ദ സ്റ്റഡി കോണ്ടെക്സ്റ്റ് അല്ലേ. ഇപ്പോൾ ഞാൻ ആ ചെയ്തിരിക്കുന്ന റിസർച്ചിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഞാൻ എടുത്തിരിക്കുന്ന ഓരോന്നും എത്രത്തോളം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റിസർച്ച് ഇൻറ്റേർണലി വാലിഡ് ആയിരിക്കണം. അതായത് ഞാൻ ചെയ്യുന്ന റിസർച്ച് എന്തായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. അതിനെയാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയാം. നെക്സ്റ്റ് ഇനി ഇൻറ്റേർണൽ വാലിഡിറ്റിക്ക് കുറേ ത്രെറ്റുകളുണ്ട്. അതായത് എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റിയെ ബാധിക്കുന്ന ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു നല്ല റിസർച്ചിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്ന് എന്താണ്, വാലിഡിറ്റിയാണ്. വാലിഡിറ്റിയുടെ സബ് കാറ്റഗറിയാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി. ഇനി ഇൻറ്റേർണൽ വാലിഡിറ്റിയെ ബാധിക്കാൻ സാധ്യതയുള്ള ചില ത്രെട്ടുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റിയെ ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് എന്താണ്, ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് പോസിബിലിറ്റി ദാറ്റ് specific events other than the intended treatment may have occurred between the pre-test and post-test observation and may obscure the true treatment effect. അതായത് ഇപ്പം പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്തുണ്ടാവാം, വ്യത്യാസങ്ങൾ വരാം. അതായത് ഇപ്പോൾ ഞാൻ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തിൻ്റേതായിട്ടുള്ള ചില ചേഞ്ചുകൾ ഉണ്ടാവാം. അപ്പോൾ എൻ്റെ റിസർച്ചിൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ ഒരു കുട്ടിയെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കുട്ടി 5 വയസ്സുള്ളപ്പം ഞാൻ പഠനം തുടങ്ങിയതാണ്. ആ കുട്ടിക്ക് 10 വയസ്സായി. അപ്പോൾ 5 വയസ്സുള്ളപ്പോൾ ആ കുട്ടിയുടെ ബിഹേവിയറോ കാര്യങ്ങളോ ആയിരിക്കില്ല 10 വയസ്സുള്ളപ്പോൾ. അപ്പോൾ അതിനകത്ത് ചേഞ്ച് കാണും. അപ്പോൾ ആ ചേഞ്ച് എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ 5 വയസ്സുള്ളപ്പോൾ എടുത്ത ഡേറ്റ ഈ 10 വയസ്സുള്ളപ്പോൾ എടുക്കുമ്പോൾ ഉള്ള
ആയിട്ടുള്ള ഡേറ്റയും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതെന്താണ്, അതെൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇൻറ്റേർണൽ വാലിഡിറ്റിക്ക് വരാവുന്ന ഒരു ത്രെട്ട് എന്താണ്, ഹിസ്റ്ററിയാണ്. രണ്ടാമത്തെ ത്രെട്ടാണ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. ഓവർ എ പീരീഡ് ഓഫ് ഇയർ ആളുകൾ മെച്ചോർഡ് ആവാം. ഹിസ്റ്ററി എന്ന് പറയുന്നത് കാലം മാറുന്നതിനനുസരിച്ച് ഉണ്ടാവുന്ന ചേഞ്ചാണ്, അതായത് കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ടാവുന്ന ചേഞ്ച്. ഇനി കാലം മാറുന്നതിനനുസരിച്ചിട്ട് മെച്ചോർഡ് ആവും. അതായത് ഇപ്പോൾ നമ്മളൊരു എന്ത് കാര്യമാണെങ്കിലും, ഇപ്പോൾ ഒരു മരമാണെങ്കിൽ നമ്മൾ കാലം മാറുന്നതിനനുസരിച്ചിട്ട് ആ മരം വലുതാവുന്നുണ്ട് അല്ലേ. അതെന്താണ്, അപ്പോൾ നമ്മുടെ റിസർച്ചിലും വ്യത്യാസം വരും. അതാണ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. അതും എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ. Next is instrumentation. Changes in the instrument, observer or source can produce change in the outcome. അതായത് ഇൻസ്ട്രുമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരും. അതായത് ഇപ്പോൾ ഞാൻ ഇത്രയും നാൾ ഒരേ കടായിൽ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാൻ വേറൊരു പാത്രം എടുത്ത് ചെയ്യുമ്പോൾ ടേസ്റ്റിന് ഡിഫറൻസ് കാണും അല്ലേ. അപ്പോൾ അതെന്താണ്, ഞാൻ എൻ്റെ സെയിം റെസിപ്പി തന്നെയാണ് ഫോളോ ചെയ്തത്, പക്ഷേ ഞാൻ അവിടെ എൻ്റെ പാത്രം മാറ്റിയതുകൊണ്ട് എന്ത് സംഭവിച്ചു, എൻ്റെ ചിക്കൻ ഫ്രൈക്ക് വ്യത്യാസം വന്നു. അപ്പോൾ അതെന്താണ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ് അല്ലേ. അവിടെ ഇൻസ്ട്രുമെൻറ്റ് മാറിയപ്പോഴാണ് ആ ചേഞ്ച് ഉണ്ടായത്. അത് എന്തിനെ ബാധിക്കുക, എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റിനെ മാത്രമേ ബാധിക്കുള്ളൂ. കാരണം ഞാനാണല്ലോ പാത്രം മാറ്റി ചെയ്തത്. അപ്പോൾ അത് എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റിനെ മാത്രമേ ബാധിക്കുള്ളൂ. ഓക്കെ. Next is testing. If the test itself affects the participants' response when they are tested again, it can threaten internal validity. അതായത് ടെസ്റ്റ് തന്നെ പാർട്ടിസിപ്പൻസിൻ്റെ റെസ്പോൺസിനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഒരു തവണ ഒരു ടെസ്റ്റ് കൊടുത്തു, എന്നിട്ട് വീണ്ടും അതേ ടെസ്റ്റ് കൊടുക്കുമ്പോൾ ഇയാൾക്ക് അറിയാം ഓക്കെ ഇത് നേരത്തെ കിട്ടിയതാണല്ലോ. അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാം ഓൾറെഡി എഴുതി, എന്നിട്ട് ആ എക്സാം തന്നെ വീണ്ടും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യില്ലേ നമ്മൾ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ അയ്യോ ഇയാൾക്ക് നല്ല മാർക്ക് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് നിങ്ങളത് ഒരു തവണ എഴുതി, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പിന്നെ 5 പേർക്ക് ഞാൻ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നു, നിങ്ങൾ എക്സാം എഴുതി, എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ക്ലാസ്സിൽ ഞാൻ വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എക്സാം ഇടുവാണ്. അപ്പോൾ ഈ നേരത്തെ കിട്ടിയ 5 പേർക്ക് രണ്ടാമത് വീണ്ടും എഴുതുമ്പോൾ അവർ ഓൾറെഡി എക്സാം എഴുതിയതാണല്ലേ. അപ്പോൾ അവർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ആ സ്കോർ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്കിലെടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ അവർക്ക് ഓൾറെഡി ആ എക്സാം കൊടുത്തതുകൊണ്ടാണ് അവർക്ക് അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് അവരുടെ റിയൽ സ്കോർ അല്ല ശരിക്കും അല്ലേ. അപ്പോൾ അത് അവിടെ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്, അത് വാലിഡിറ്റീനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഏത് വാലിഡിറ്റീനെയാണ് ബാധിക്കുക, എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെയാണ് അത് ബാധിക്കുക. സോ ദാറ്റ് ഈസ് ടെസ്റ്റിംഗ്. Next is selection bias. If the group were not comparable before the study, this can lead to post-test differences between group. അതായത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബയസ്, അതായത് നമ്മൾ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബയസും എന്ത് സംഭവിക്കും, നമ്മുടെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ വരുന്നതാണ്. ഓക്കെ, തീർന്നിട്ടില്ല, ഇനിയും ഇൻറ്റേർണൽ വാലിഡിറ്റീനെ ബാധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഹിസ്റ്ററി, മെച്ചുറേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ, ടെസ്റ്റിംഗ്, സെലക്ഷൻ ബയസ്. അടുത്തത് റിഗ്രഷൻ ടു ദ മീൻ ആണ്. ഓക്കെ, റിഗ്രഷൻ ടു ദ മീൻ എന്ന് പറയുന്നത് എന്താണ്, വെൻ എക്സ്ട്രീം സ്കോർസ് ഓൺ എ മെഷർ ടെൻ ടു മൂവ് ക്ലോസർ ടു ആവറേജ് അപ്പോൺ റീടെസ്റ്റിംഗ്. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് സെലക്ഷൻ ബയസ് പറഞ്ഞില്ലേ, സെലക്ഷൻ ബയസിൽ വരാവുന്ന മറ്റൊരു കാര്യമാണ് റിഗ്രഷൻ ടു ദ മീൻ എന്ന് പറയുന്നത്. എന്താണ് ഈ റിഗ്രഷൻ ടു ദ മീൻ എന്ന് പറയുന്നത്, നമ്മുടെ അപ്പോൾ ഒരു ടെസ്റ്റ് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മീനിലേക്ക് കൂടുതൽ റിഗ്രസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം മീനിലേക്ക് കൂടുതൽ റിഗ്രസ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പം നമ്മൾ ചില സമയത്ത് നമ്മൾ ഒരേ തരത്തിലുള്ള ഇത് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ റേറ്റിംഗ് കൊടുക്കാൻ പറയുമ്പോൾ നമ്മളൊരു ഏകദേശം ഒത്തിരി കുറച്ചും കൊടുക്കില്ല, ഒത്തിരി കൂടുതലും കൊടുക്കില്ല അല്ലേ. അപ്പോൾ ഒരു ആവറേജിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഈ ആവറേജിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതും എന്താണ്, നമ്മുടെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. നമ്മൾ ചില ടീച്ചേഴ്സ് കണ്ടിട്ടില്ല, അതായത് നല്ല മാർക്കും കൊടുക്കില്ല, എന്നാൽ ഒത്തിരി ലോയും കൊടുക്കില്ല. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരു ആവറേജിൽ ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ മാർക്ക് കൊടുക്കും. അപ്പോഴും അതെന്താണ്, എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. റിഗ്രഷൻ ടു ദ മീൻ എന്ന് പറയുന്നത് കൂടുതൽ വാല്യൂസ് മീനിൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ റീടെസ്റ്റിംഗ്, നമ്മൾ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാല്യൂ കൂടുതൽ മീനിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതെന്താണ്, റിഗ്രഷൻ ടു ദ മീൻ ആണ്. അതായത് നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു കാര്യം ചെയ്തിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ ആവറേജിൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് റിഗ്രഷൻ ടു ദ മീൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതും എന്താണ്, നമ്മുടെ വാലിഡിറ്റീനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ചില സമയത്ത് നമ്മൾ ആദ്യം ഒരു കാര്യം ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ആവറേജിൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ അത് ഇൻറ്റേർണൽ വാലിഡിറ്റീനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് ഏതിൻ്റെ കേസിലാണ്, എക്സ്ട്രീം സ്കോറുകളാണ്. അതായത് എക്സ്ട്രീം സ്കോർ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഭയങ്കര കൂട്ടിയിട്ട് കൊടുത്തതായിരിക്കും ആ സ്കോറ്.
അപ്പോൾ നമ്മൾ റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായി, ഓക്കെ ഇത്രയും ഇല്ല അത്. അപ്പോൾ ഒന്നും കൂടെ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നു ഇത്രയും സ്കോർ ഇല്ല അതിന്, അത് വീണ്ടും ഒന്നും കൂടെ കുറഞ്ഞ് ആവറേജിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കും. അപ്പോൾ അതിനെയാണ് റിഗ്രഷൻ ടു ദ മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനെയാണ് ബാധിക്കുക, എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റിനെയാണ് ബാധിക്കുക. അടുത്തത് അട്രീഷൻ ആണ്, ഡിക്രീസ് ഇൻ ദി നമ്പർ ഓർ സ്ട്രെങ്ത്. അതായത് ഇപ്പം നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ, അപ്പോൾ ഞാൻ 100 പേരെ വെച്ചിട്ട് ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ റിസർച്ച് തുടങ്ങി ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൽ ആളുകളുടെ എണ്ണം കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ. ചിലപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന റിസർച്ചിലെ ആളുകൾ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും, ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ റിസർച്ചുമായിട്ട് സഹകരിക്കാൻ റെഡിയല്ലാതെ മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോഴൊക്കെ അതും എന്ത് ചെയ്യും, എൻ്റെ റിസർച്ചിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്പർ ഡിക്രീസ് ചെയ്യുന്നതും എൻ്റെ റിസർച്ചിനെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് അട്രീഷൻ. Okay, next is social interaction, creating social pressures that lead to differences in post-test result that they are not caused by the treatment. അതായത് ചില സോഷ്യൽ പ്രഷർ കാരണം ചിലപ്പോൾ റിസൾട്ടിൽ വ്യത്യാസം കാണും. അതായത് ഇപ്പം നമ്മളൊരു ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ചില ആളുകളെങ്കിലും അവരുടെ സോഷ്യൽ പ്രഷർ കാരണം ചിലപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ മാറ്റി പറയും. അപ്പോഴതും എന്താണ്, എൻ്റെ റിസർച്ചിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ശരിക്കും അത് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉണ്ടായ മാറ്റമല്ല, അത് അവർ പേടിച്ചിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് വിചാരിക്കുന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റി പറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഇല്ലേ. അപ്പോൾ ശരിക്കുമുള്ള റിസൾട്ട് അതായിരിക്കില്ല, അവർ പേടിച്ചിട്ടൊക്കെ മാറ്റി പറഞ്ഞതായിരിക്കും. അപ്പോഴും അത് എൻ്റെ റിസർച്ചിനെ ബാധിക്കുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് അവിടെ കിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ റിസർച്ച് ഇൻറ്റേർണലി വാലിഡ് ആവണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്താലാണ് എൻ്റെ റിസർച്ച് ഇൻറ്റേർണലി വാലിഡ് ആവുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് എക്സ്റ്റേണൽ വാലിഡിറ്റി. അപ്പോൾ ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത് എൻ്റെ റിസർച്ച് എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളതാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് എക്സ്റ്റേണൽ വാലിഡിറ്റി? എൻ്റെ റിസർച്ച് എത്രത്തോളം നിങ്ങൾക്ക് മറ്റ് ഒരു കേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എക്സ്റ്റേണൽ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എൻ്റെ റിസർച്ച് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് തന്നെ കിട്ടണം. ഇപ്പം ഞാൻ ഫോളോ ചെയ്ത റെസിപ്പി വെച്ചിട്ടൊരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെയ്ത ബിരിയാണിയുടെ അതേ ടേസ്റ്റ് തന്നെ നിങ്ങൾക്കും കിട്ടണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും അതേ ടേസ്റ്റുള്ള ബിരിയാണി കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്, എക്സ്റ്റേണൽ വാലിഡ് ആണ് അല്ലേ. അപ്പോൾ എൻ്റെ റിസർച്ച് നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയാം, എക്സ്റ്റേണലി അത് വാലിഡ് ആണെന്ന് പറയാം. അപ്പം ഒരു റിസർച്ച് നല്ലതായിരിക്കണമെങ്കിൽ അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഏതൊക്കെ വാലിഡിറ്റി ഉണ്ടായിരിക്കണം? ഇൻറ്റേർണൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം, എക്സ്റ്റേണൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. ഇനിയും കുറച്ച് വാലിഡിറ്റിയും കൂടെ ഉണ്ട്, പറയാം. ഓക്കെ, അടുത്തത് ഫേസ് വാലിഡിറ്റി. ഫേസ് വാലിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? അസസ് ഹൗ വെൽ എ റിസർച്ച് ടൂൾ അപ്പിയേഴ്സ് ടു മെഷർ വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. അതായത് എന്താണോ മെഷർ ചെയ്യേണ്ടത് അത് എത്രത്തോളം നന്നായിട്ട് ആ റിസർച്ച് ടൂളുകൾ മെഷർ ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഒരു കണക്കാണ് ഫേസ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതും ക്ലിയർ ആയാലാണ് എൻ്റെ റിസർച്ച് വാലിഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് കോണ്ടന്റ് വാലിഡിറ്റി, ഡിഗ്രി ടു വിച്ച് എ മെഷർമെൻറ്റ് അക്യുറേറ്റ്ലി റെപ്രസെൻറ്റ് ദ കോണ്ടന്റ് ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു മെഷർ. അതായത് എത്രത്തോളം അക്യുറേറ്റ് ആയിട്ടാണ് അത് മെഷർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കോണ്ടന്റ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഈസ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി. കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ആൻ ഇൻസ്ട്രുമെൻറ്റ് മെഷേഴ്സ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് കനോട്ട് ബി ഡയറക്ട്ലി ഒബ്സർവ്ഡ് ബട്ട് ഈസ് അസ്യൂംഡ് ടു എക്സിസ്റ്റ്. അതായത് ചില സംഭവങ്ങൾ നമുക്ക് ഡയറക്ട്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡയറക്ട്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളെ ഒരു ഇൻസ്ട്രുമെൻറ്റ് എത്ര നന്നായിട്ടാണ് മെഷർ ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ആസ്പെക്റ്റാണ് നമ്മൾ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഉണ്ടെങ്കിലാണ് എൻ്റെ റിസർച്ച് വാലിഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി കൺവേർജൻറ്റ് വാലിഡിറ്റി ഈസ് എ ടൈപ്പ് ഓഫ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി വെയർ ടു റിസർച്ചേഴ്സ് ഒബ്റ്റെയിൻ ദ സെയിം റിസൾട്ട് വൈൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് എ പ്രോബ്ലം ഫോളോയിങ് ഡിഫറെൻറ്റ് മെത്തഡോളജീസ്. അതായത് ഇപ്പോൾ കൺവേർജൻറ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റ് വാലിഡിറ്റിയുടെ ഒരു ടൈപ്പാണ്. അവിടെ രണ്ട് റിസർച്ചേഴ്സ് ഒരേ റിസർച്ച് പ്രോബ്ലത്തിനെ തന്നെ രണ്ട് മെത്തഡോളജികൾ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് കിട്ടുന്നതിനെയാണ് കൺവേർജൻറ്റ് വാലിഡിറ്റി എന്ന് പറയുക. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലാണ് എൻ്റെ റിസർച്ച് വാലിഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഞാൻ ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യുമ്പോഴും മറ്റുള്ളവർ ചെയ്യുമ്പോഴും എല്ലാവരും ചെയ്യുമ്പോഴും ഒരേ റിസൾട്ട് കിട്ടിയാലാണ് ആ റിസർച്ച് വാലിഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു റിസർച്ച് വാലിഡ് ആയാലാണ് ആ റിസർച്ച് നല്ലതാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി എന്തൊക്കെ തരം വാലിഡിറ്റി ഉണ്ടായിരിക്കണം? ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ, ഫേസ് വാലിഡിറ്റി, കോണ്ടന്റ് വാലിഡിറ്റി, കൺസ്ട്രക്റ്റ് വാലിഡിറ്റി,
ഇതെല്ലാം ഉണ്ടെങ്കിലാണ് എൻ്റെ റിസർച്ച് വാലിഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞു അല്ലേ, ഹിസ്റ്ററി, മെച്ചുറേഷൻ, അട്രീഷൻ, ഇത് റിഗ്രഷൻ ടു മീൻ, ഇതെല്ലാം എന്താണ് എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റിയെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാലാണ് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ റിസർച്ച് വരുള്ളൂ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഐ ഹോപ്പ് വി ക്യാൻ കൺക്ലൂഡ് ദ സെഷൻ. നമുക്ക് റിസർച്ച് മെത്തഡോളജി തീർക്കാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് നമ്മുടെ ഒരു കൺക്ലൂഡിങ് സെഷൻ ആയിരിക്കും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ PYQ ഡിസ്കഷനിലേക്കായിരിക്കും പോകുന്നത്. അപ്പം എല്ലാം കണ്ടു നോക്കിയതിന് ശേഷം മാത്രം PYQ സെഷൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക. ബിക്കോസ് നമ്മൾ ടോപ്പിക് എല്ലാം ഫെമിലിയർ ആണെങ്കിൽ മാത്രമാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ താങ്ക് യു.